സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുത്. സത്യത്തിൽ ഈ ഒരു മക്കളെ ഒരാൺകുട്ടിയായിട്ട് വളർത്തുന്നവരുണ്ടല്ലേ, ഞാൻ കണ്ടു വന്നിരിക്കുന്ന പിള്ളേർ മുഴുവൻ ഇച്ചിരി മുതിർന്നു കഴിഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടപ്പും. ഒരു ചണ്ണ പിള്ളേർ പോലെ വലിയ കഴിവൊന്നും അവർക്ക് മറ്റുള്ള പിള്ളേരെ അപേക്ഷിച്ചാവില്ല. എന്നാ വെച്ചാൽ ഈ ഒരു മക്കളെ ഓമനിച്ച് ആലോചിച്ച് വളർത്തുന്നതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മറ്റുള്ള ആൺപിള്ളേരുടെ ഒരു കഴിവ് വരാറില്ല. പൊതുവേ അതുങ്ങൾ പാവങ്ങളായിരിക്കും. ഇയാൾ ഒറ്റ മോനാണ്. ഇനി അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നറിയില്ല. ഈ വീഡിയോ എടുത്ത പെൺകുട്ടിയെ അമിതമായിട്ട് കുറ്റം പറയുകയല്ല, എന്നാലും ഈ വീഡിയോ എടുത്ത പെൺകുട്ടി പഞ്ചായത്ത് മെമ്പറാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ ഒരു ബോൾഡായ ഒരു പെൺകുട്ടിയാണ്. മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കുന്നതായിട്ട് ബസ്സിൽ വെച്ച് തോന്നിയപ്പോഴാണ് ഈ കുട്ടി വീഡിയോ എടുത്തതെന്ന് പറയുന്നത്. ഇവരൊക്കെ കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ ഇടുന്നു. ഇപ്പോൾ കേസിന് പോയി കേസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അതിന് നടക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഇവർ രണ്ട് കൂട്ടരെ അറിയുള്ളൂ. അതേ സമയത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അതങ്ങ് വൈറലാക്കുക, അതിൻ്റെ പേര് പിന്നെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്താണെന്നറിയാം, അയാളുടെ ലൈഫേ പോയി. അപ്പം ഈ എടുക്കുന്ന ആളുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ അയാൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പം അതൊരു കേസിന് പോകുന്നതിൻ്റെയൊക്കെ ഇരട്ടി അവരെ കൊല്ലുകയാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. കാരണം പിന്നെ തലേ മുണ്ടിട്ടുകൊണ്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. എത്ര പേരോടാണ് ഇതിന് വിശദീകരണം, അയ്യോ ഞാനങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര പേരോടാണ് പറയുക? പക്ഷെ നേരെ തിരിച്ച് ബോൾഡായ ഒരു പെൺകുട്ടിയെ ഇവർ ഈ ചെയ്ത പോലെ തന്നെ നേരെ തിരിച്ച് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനായിരുന്നേ തീർച്ചയായിട്ടും ഇത് തെളിവ് സഹിതം ഇവരെടുത്ത വീഡിയോ വെച്ച് തന്നെ കേസ് തിരിച്ചു കൊടുത്ത് വാദിച്ച് പേപ്പറിലൊക്കെ പ്രസ് മീറ്റ് വിളിച്ച് വരുത്തിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, അല്ലേ എന്നെ അറിയാവുന്ന അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ആൾക്കാരെല്ലാം ആ പയ്യനെ കൊന്നില്ലേടി എന്നൊക്കെ ചോദിക്കുന്നത്. ഇല്ലാതെയാണ് പൊതുവെ ഞരമ്പന്മാർ ബസ്സെ മോശമായിട്ട് പെരുമാറുന്നതുകൊണ്ട് നല്ലവരായ പുരുഷന്മാരും വന്നു കിടന്നിട്ട് അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം എന്താണെന്നറിയാം, ഇത് കാലങ്ങളോളമായിട്ട് ഞരമ്പന്മാർ ഈ ഫീൽഡിൽ ഇത് ഈ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കോളേജിൽ പോകുന്ന കാലഘട്ടത്തിലൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്നാരെ സേഫ്റ്റി പിൻ വെച്ചൊരു കുത്തുമൊക്കെ ചെയ്യാറുണ്ട്. ഇത് ശരിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ പരിപാടി കോട്ടയം കളക്ടറേറ്റിലെങ്ങാണ്ട് ഉഷ എന്നാണ് അവരുടെ പേരെന്ന് എൻ്റെ ഓർമ്മ. വർഷങ്ങളോളം അവർ ഇങ്ങനെ അവരുടെ സീറ്റിനോട് ചേർന്ന് നിന്ന് വൃത്തികേട് അവരുടെ ശരീരത്തിൽ ഉരസിക്കൊണ്ട് വൃത്തികേട് ചെയ്ത ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ആ പുരുഷനെതിരെ കേസ് അവരുടെ വീട്ടുകാരും അവരുടെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും പിന്മാറാൻ പറഞ്ഞിട്ടും പിന്മാറാതെ വർഷങ്ങളോളം കേസ് നടത്തിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ എന്താ അവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വനിതയിൽ ഒരിക്കൽ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അവർ പോരാട്ടം നടത്തി, എല്ലാവരും അവരെ എതിർപ്പായിരുന്നു. ഈ പെൺകുട്ടി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മറ്റൊരു പെൺകുട്ടിക്ക് ഉപദ്രവം വരുന്നത് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഈ പെൺകുട്ടി ഷെയർ ചെയ്ത വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ശ്രദ്ധിച്ച് നോക്കണം. വീഡിയോ പിടിക്കുമ്പം അയാളുടെ കൈ ഈ പെൺകുട്ടിയുടെ ഈ ഭാഗത്തേക്ക് വരുന്നതായിട്ട് നമ്മളെ കാണിക്കും. എന്നിട്ട് വീഡിയോയിൽ ക്ലാരിറ്റി വരാൻ വേണ്ടി ഈ പെൺകുട്ടി ഇങ്ങനെ ഒന്ന് തിരിയുമ്പോൾ ശരിക്കും ആ പെൺകുട്ടിയുടെ മാരടത്തിൻ്റെ ഭാഗത്തേക്ക് അയാളുടെ കൈ വന്ന് മുട്ടുന്നു. അത് ആ പെൺകുട്ടി തിരിഞ്ഞുകൊണ്ട് വന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്കങ്ങനെയാണ് കണ്ടാൽ തോന്നുന്നത്. വീഡിയോയുടെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അയാളെ കൊണ്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം പോലെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം അയാളുടെ കൈ ഇവരുടെ കയ്യിലാണ് മുട്ടുന്നത്. അത് കഴിഞ്ഞ് വീഡിയോയ്ക്കൊരു ഇത് വരാൻ വേണ്ടി ഒന്നുകൂടെ ചെരിഞ്ഞ് നിന്ന് വ്യക്തമായിട്ട് എടുക്കുമ്പോഴാണ് മാറിലോട്ട് മുട്ടുന്ന വരുന്നത്. ഇപ്പോൾ കേസ് കൊടുത്തില്ല, തൊട്ടിറങ്ങി പോലീസിനെ പരിചയം ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തെയൊക്കെ പ്രവർത്തിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് കേസ് പരിചയമുള്ള പോലീസുകാരോട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും അവരുടെ ഒരു വിശദീകരണ വീഡിയോ കൊണ്ട് വരുന്നുണ്ട്. ഇനി എന്ത് വന്നിട്ട് എന്ത് കാര്യം, 10 ജന്മം ജനിച്ചാൽ തീരാത്ത പാവമാണ് ഇപ്പോൾ ചെയ്തു വെച്ച. ഏക മകനാണ് മരിച്ചത്. ഏക മകൻ മരിച്ചു പോയിട്ട് ആ മാതാപിതാക്കൾ അറിയാലോ
ജീവിച്ചിരുന്ന അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ആ കണ്ണുനീരിൻ്റെ ചൂടിൽ ഈ പെൺകുട്ടി ദഹിച്ചു പോകത്തുള്ളൂ, ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്ക് ഒന്നും ആകെ മനസ്സിലാക്കുക. ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ചാടിക്കയറി ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമേ ആ മനുഷ്യനുള്ളെങ്കിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇതേപോലെ മോശമായ രീതിയിൽ മുട്ടാനും ഉരുമാനും ഒന്നുമുള്ള ധൈര്യം ഉണ്ടാവില്ല. അതാണ് ഈ ഭീരുവായതുകൊണ്ടാണല്ലോ ഇപ്പം ഇതൊന്നും ഫേസ് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ലേ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതിനുള്ള കഴിവ് അയാൾക്കില്ല, മുട്ടാനും തോണ്ടാനും ഒന്നും. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകണില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ, ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു പഠിത്തം കൂടിപ്പോയതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സൈക്കോളജിയൊക്കെ പഠിച്ച ആളാണ് പെൺകുട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് പഠിത്തം കൂടിപ്പോയതിൻ്റെ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ അവമാനിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കാരും അയൽക്കാരും എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ സൈക്കോളജിക്കൽ പ്രശ്നം പുള്ളിക്കാരൻ്റെ അങ്ങ് അവസാനിച്ചിട്ട് പുള്ളിക്കാരൻ ഈ പെരുമാറ്റം അങ്ങ് നിർത്തും, ഈ ബിഹേവിയർ അങ്ങ് നിർത്തും എന്നാ പറയുന്നത്. അവിടെ ഒരു തെറ്റുണ്ട്. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ വീടിൻ്റെ ഓടിട്ട വീടല്ലേ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓടിട്ട വീടാണ്. അപ്പോൾ ആ ഓടിട്ട വീടിൻ്റെ എല്ലാം ഈ ചേച്ചിമാരൊക്കെ കുളിക്കാൻ പോകുന്ന കുളിമുറി പുറത്തൊക്കെ ആയിരിക്കും അന്ന്. ആ പുറത്ത് ആ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക, അല്ലെ ആരുടെയെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുക. ഇങ്ങനെ എല്ലായിടത്തും ഒളിഞ്ഞു നോക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഒളിഞ്ഞു നോക്കുന്ന ഒരു മാനസിക രോഗം. ആ രോഗമുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ ഇന്നാളും ഒരു വീഡിയോ പറഞ്ഞു, എൻ്റെ പൊന്നെ, അയാളെ നാട്ടുകാർ, ഞാൻ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യം, നാട്ടുകാർ തെങ്ങ പിടിച്ച് കെട്ടിയിട്ട് അടിക്കും, അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ചു കൊടുക്കും. ഇത് ഒരു മാസത്തിൽ ഒരു വട്ടവേലും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് പോരുമ്പോഴും ആ പുള്ളിക്കാരനെ ഇതേ സംഭവത്തിന് വേണ്ടി പോലീസ് പിടിക്കും. പോലീസുകാർക്കൊക്കെ ഇതായി, എന്നിട്ട് അങ്ങേര് ഈ നീര് വെച്ച പോലെ അങ്ങേര് ഇരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്ന പോലീസ് ഇടിച്ചിടിച്ചിടിച്ച് നീര് വെച്ചതാണ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു തടി പോലെയാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാകുക? അയാളുടെ ആ മാനസിക രോഗം ചികിത്സയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ചിലപ്പോൾ മാറും, അല്ലാതെ പോലീസുകാരും ഇടപെട്ടിട്ട് മാറിയില്ല. അതുപോലെ ഇതുപോലത്തെ ഷോക്ക് കൊടുത്താലൊന്നും മാറിയില്ല. അതിനൊക്കെ ഡോക്ടർ ചികിത്സിക്കണം. സൈക്കോളജി പഠിച്ചിട്ട് ഈ പറഞ്ഞ അത്ര ശരിയായില്ല. ഇങ്ങനെ അപമാനിച്ചാൽ മാറുമെന്ന് പിന്നെ ചെയ്യുമായിരുന്നു. വെറുതെയാണ്. അപമാനമല്ല,
മരത്തെ കെട്ടിയിട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ അപമാനമല്ലേ ആ കാലത്ത്, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, എന്നിട്ട് മാറുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെ മാറില്ല. പക്ഷേ ഈ പുള്ളിക്കാരത്തി കണ്ടെത്തിയത് ഒന്നും സത്യമല്ല. ഈ പുള്ളിക്കാരത്തി ഷെയർ ചെയ്യുന്ന ആ വീഡിയോയിൽ അങ്ങേരുടെ പുറം തോള് കൊണ്ട് ഇവരുടെ കയ്യിലാണ് മുട്ടുന്നത്. ഇവരിങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് മുട്ടുന്നത്. നമുക്കതേ കണ്ടിട്ട് മനസ്സിലാവുന്നുള്ളൂ. എന്താണേലും സോഷ്യൽ മീഡിയയിലിട്ട് പുരുഷന്മാരും ചരമ്പന്മാരുണ്ട്, ഓക്കെ, ഞാനത് സമ്മതിച്ച് മുമ്പേ പറഞ്ഞില്ല, ഉണ്ട്, ഇല്ലായികയില്ല, ഉണ്ട്. അവർ ഈ തോണ്ടു വിദഗ്ധന്മാർ, അങ്ങനെയാണ് അവരെ പറയുക തന്നെ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ പറയുന്ന ബസ്സിൽ തോണ്ടു വിദഗ്ധന്മാരുണ്ട്. പക്ഷേങ്കിൽ എല്ലാ പുരുഷന്മാരെയും അങ്ങനെ കണക്കാക്കരുത്. മാന്യമായ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഭർത്താക്കന്മാർ, അവരൊക്കെ മാന്യന്മാരായിട്ടില്ലേ? അതുപോലുണ്ട് ഈ മനുഷ്യനെ കണ്ടിട്ട് വളരെ സാധുവായ ഒരു മനുഷ്യനായിട്ടുണ്ട്. ഒരു പക്ഷേ ഇവർ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ടും പിന്നെയും തുടർന്നുകൊണ്ട് പോയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവർ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് അയാളെയാണ് ലക്ഷ്യം വെച്ചത്. അയാളുടെ മനസ്സിൽ ഈ കള്ളത്തരം ഉണ്ടെങ്കിലല്ലേ അയക്ക് പിടികിട്ടുള്ളൂ. ഇത് വീഡിയോ എടുക്കുന്നുണ്ട്, മുങ്ങിയേക്കാമെന്ന്. അയാളുടെ മനസ്സിൽ ഇതൊന്നും ഇല്ല എങ്കിൽ ഇവർ വീഡിയോ പിടിക്കുന്നത് എന്തിനായിരിക്കും? ഇപ്പം സെൽഫിയുടെ കാലമാണ്, അങ്ങനെ വല്ല അയാൾ ആലോചിച്ച് കാണും. അതായിരിക്കും അയാൾ പിന്നെയും തുടർന്നെന്ന് ഇവർ ഈ പറയുന്നത്. എനിക്ക് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ വീഡിയോ പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ മാറുമല്ലോ, എസ്കേപ്പ് ചെയ്യത്തില്ലേ? എന്താണേലും കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് മുഖം ബ്ലെയർ ചെയ്ത് ഏതായാലും ഉപകാരമായെന്ന് ഇപ്പോൾ തോന്നുന്നു. അല്ലെ അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ആഴ്ച ഈ പെണ്ണ് വന്നിട്ട് ബ്ലെയർ ചെയ്യാതെ മുഖം കാണിച്ച് ഒരാളുടെ ജീവൻ അങ്ങ് കളഞ്ഞു. ഒരു കാലത്തും എന്ത് പരിഹാരം എന്തെങ്കിലും ഈ പെൺകുട്ടിക്ക് പരിഹാരം തിരിച്ചു ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു കാര്യത്തിൽ? കൈവിട്ട് പോയില്ലേ, ഒരു പരിഹാരവും ഇതിനില്ല. ഇപ്പം ആൾക്കാർ കമൻ്റ് ഇടുന്നത് നീ കൊന്നില്ലേടി, നീ കൊണ്ടുപോയി തിന്നടി എന്നൊക്കെ പറഞ്ഞാണ് കമൻ്റ് ഇടുന്നത്. മതിയായില്ലേ? ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റേ രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് വളരെ കാര്യം. അതെ, ബാക്കിയൊക്കെ രാഹുൽ എന്ത് പറഞ്ഞാലും പോട്ടെ, ഈ ഒരു കാര്യം വളരെ ഈ നമ്മുടെ കേരളത്തിൽ വേണം, പുരുഷ കമ്മീഷൻ വേണം. ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ ആ കേസ് നടത്തി അതിൻ്റെ തെളിവ് സഹിതം പുരുഷന്മാർക്കും പറയാനൊരു അവസരം കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, അപമാനിക്കുന്നു, എല്ലാവരോടും എടുത്തിട്ട് പറയുന്നു. മാനസിക ആരോഗ്യമില്ലാത്ത ആൾക്കാരാണ് അവർ ആത്മഹത്യം ചെയ്യും. ആർക്ക് പോയെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ആ പയ്യൻ്റെ മരിച്ച ദീപക്കിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരിനി എന്ത് പ്രതീക്ഷയിൽ ജീവിക്കും? അവരിനി ഓരോ നേരം വെളുത്ത് രാത്രിയാകുന്ന സമയം, അത്രയും സമയം അവരെങ്ങനെ തള്ളിവിടും? ഒരു മക്കളുള്ള അച്ഛനമ്മമാർക്കേ അത് മനസ്സിലാവുള്ളൂ. ആ ശാപത്തിൽ നിന്ന് ഈ പെങ്കൊച്ചിന് ഒരു കാലത്തും മോചനമേ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.